ഹലോ എവരിവൺ. നമ്മൾ ഇന്ന് മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ക്ലാസ്സിൽ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ കുറച്ച് പോർഷനാണ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ക്ലാസ് എടുക്കുന്നത്. ആദ്യം തന്നെ ആ ഒരു ഗ്യാപ്പ് വന്നതിൽ ക്ഷമ ചോദിക്കുകയാണ്. അല്ലേ, ഇന്ന് നമുക്ക് കവർ ചെയ്യാനുള്ള ഏരിയ ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് ആൻ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കതിൻ്റെ ബാക്കി ഏരിയാസാണ് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എഫക്റ്റ് ഓഫ് ടൈം അപ്പോൺ സപ്ലൈ എന്ന ടോപ്പിക്ക് നോക്കാം. പേജ് നമ്പർ 77 ആ ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. മാർഷലിൻ്റെ അഭിപ്രായത്തിൽ സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം ഡിമാൻഡും സപ്ലൈ ആണ് ഏറ്റവും അധികം മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ. അതോടൊപ്പം തന്നെ ടൈം ഫാക്ടറിന് നല്ലോണം പ്രാധാന്യമുണ്ടെന്ന് മാർഷൽ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് മാർക്കറ്റിൽ നല്ലോണം ഡിമാൻഡ് ഉണ്ടെങ്കിലും പലപ്പോഴും സപ്ലൈ ആ ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സപ്ലൈ ചെയ്യുന്നതിന് ഒരു നിശ്ചിത സമയം ആവശ്യമാണ് അല്ലേ. ഇപ്പം 100 ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് സപ്ലൈയേഴ്സ് ആ 100 ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. ഇൻ കേസ് അതൊരു 150 ക്വാണ്ടിറ്റി ഡിമാൻഡ് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ സപ്ലൈ നടത്തണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറ്റൂല അല്ലേ. അതിന് കുറച്ച് സമയം അല്ലെങ്കിൽ സാവകാശം സപ്ലൈയേഴ്സിന് ആവശ്യമാണ്. ഇങ്ങനെ സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് കാണിക്കുന്ന മാർഷലിൻ്റെ ഒരു കൺസെപ്റ്റാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാർഷലിൻ്റെ അഭിപ്രായത്തിൽ ടൈം പീരീഡിനെ 4 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് പീരീഡ്, ഷോർട്ട് പീരീഡ്, ലോങ് പീരീഡ് ആൻഡ് വെരി ലോങ് പീരീഡ്. ഈ ഓരോ കേസുകളിലും എങ്ങനെയാണ് സമയം സപ്ലൈനെ ബാധിക്കുന്നത്, അതെങ്ങനെയാണ് പ്രൈസിനെ ബാധിക്കുന്നത് എന്നൊക്കെ മാർഷൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ടൈം എങ്ങനെയാണ് സപ്ലൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, 1000 യൂണിറ്റ്സ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു സപ്ലയർക്ക് മാർക്കറ്റിൽ 2000 യൂണിറ്റ്സ് പെട്ടെന്ന് സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള മെറ്റീരിയൽസും അല്ലെങ്കിൽ നിലവിലുള്ള ലേബർ ഫോഴ്സും ക്യാപിറ്റലൊക്കെ ഉപയോഗിച്ചിട്ട് പ്രൊഡക്ഷൻ സ്പീഡാക്കേണ്ടി വരും അല്ലേ. അങ്ങനെ സ്പീഡാക്കുമ്പോൾ ഇവർക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെയധികം കൂടുതലായിരിക്കും. കാരണം ടൈം പീരീഡ് വളരെയധികം കുറവാണ്. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് അവർ പ്രൊഡക്ഷൻ ലാർജർ ക്വാണ്ടിറ്റിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചിലവും അവർക്ക് വരുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. പക്ഷേ ലോങ്ങർ പീരീഡിലാണെന്നുണ്ടെങ്കിൽ സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്. അതുകൊണ്ട് തന്നെ സാവധാനം പ്രൊഡക്ഷൻ നടത്തിയാൽ മതിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ 2 സാഹചര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ദെൻ the element of time has a greater influence on the supply, hence the element of time is very important in determination of the price of a product. അതുകൊണ്ട് തന്നെ സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് സമയം വളരെയധികം വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്കിനി അതാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത് കേട്ടോ. നിങ്ങൾ ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. സപ്ലൈക്ക് സമയം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ക്വാണ്ടിറ്റി ഡിമാൻഡിനെ കവർ ചെയ്യാനാണ് സപ്ലൈയേഴ്സ് ശ്രമിക്കുക. എക്സ്ട്രാ ഡിമാൻഡ് വരുന്ന സമയത്ത് സപ്ലൈയേഴ്സിന് ആ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ഫസ്റ്റ് ടൈം പീരീഡ് മാർക്കറ്റ് പീരീഡാണ്. അപ്പോൾ മാർക്കറ്റ് പീരീഡ് വളരെ ഷോർട്ടർ ആയിട്ടുള്ളൊരു ടൈം പീരീഡാണ്. ഇവിടെ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഈ ഒരു പീരീഡ് ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ചെറിയ സമയത്തിനുള്ളിൽ സപ്ലൈയേഴ്സിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിലവിൽ അവരുടെ അടുത്ത് സ്റ്റോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമേ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ഡിമാൻഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ സപ്ലൈയേഴ്സിന് ഇവിടെ പ്രൊഡക്ഷന് സമയമില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, അവരുടെ കയ്യിൽ എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിനെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ സപ്ലൈ ഇവിടെ കൂടുന്നൊന്നുമില്ല. നിലവിൽ എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനെ സെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സപ്ലൈ എന്തായിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും. നിലവിലുള്ള ലെവലിൽ നിന്നും വലിയ ചേഞ്ച് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവിടെ ഡിമാൻഡ് ആയിരിക്കും പ്രൈസിനെ തീരുമാനിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ സപ്ലൈ കർവ് ഒരു വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, കുത്തനെയുള്ളൊരു ലൈൻ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ പ്രൈസ് എത്ര തന്നെ ആയാലും അവിടെ സപ്ലൈയിൽ മാറ്റം വരുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, ദെൻ ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം വളരെയധികം പെരിഷബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആണ് ഈ ഒരു മാർക്കറ്റ് പീരീഡിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് കേടുവന്ന് പോകുന്ന ഇപ്പം മിൽക്ക് അല്ലെങ്കിൽ വെജിറ്റബിൾസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഈ മാർക്കറ്റ് പീരീഡിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സപ്ലൈസ് എന്ത് ചെയ്യില്ല, കൂടുതൽ സാധനങ്ങളൊന്നും സ്റ്റോക്ക് ചെയ്ത് വെക്കില്ല അല്ലേ. ആവശ്യമുള്ളതിനനുസരിച്ചിട്ടാണ് അവർ സപ്ലൈ ചെയ്യുന്നത്. ഇപ്പം പച്ചക്കറി ആയാലും അല്ലെങ്കിൽ പാലൊക്കെ ആയാലും അങ്ങനെ ഒരുപാട് ഉൽപ്പാദിപ്പിച്ച് വെക്കൂല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊക്കെ വേഗം കേടുവന്ന് പോകുന്ന സാധനങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഷോർട്ടർ മാർക്കറ്റ് പീരീഡ് ആവുമ്പോൾ വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഇതൊന്നും പെട്ടെന്ന് സപ്ലയർക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും സ്റ്റോക്ക് അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവരതിനെ സപ്ലൈ ചെയ്യും അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സപ്ലൈയിൽ യാതൊരുവിധ മാറ്റങ്ങളും കാര്യമായിട്ടുണ്ടാവുന്നില്ല.
ഓക്കെ, അപ്പോൾ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് സപ്ലയേഴ്സ് ഇവിടെ എന്ത് ചെയ്യും, പ്രൈസ് കൂട്ടാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഡിമാൻഡാണ് പ്രൈസിനെ തീരുമാനിക്കുന്നതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് കുറയുന്നതിനനുസരിച്ച് പ്രൈസ് കുറയുകയും ചെയ്യും. സോ മാർക്കറ്റ് പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുരുങ്ങിയ ചില ദിവസങ്ങൾ മാത്രമാണ്. ഓക്കെ, ദെൻ ഷോർട്ട് പീരീഡ്, ഒരാഴ്ച വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ആ ഒരു ടൈം പീരീഡിനെയാണ് ഷോർട്ട് പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സപ്ലയർക്ക് ഒരാഴ്ച സമയം കിട്ടുന്നുണ്ട്. ആ ഒരാഴ്ചേൻ്റെ ഉള്ളിൽ വേരിയബിൾ ഫാക്ടേഴ്സിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട്, എന്ന് വെച്ചാൽ ലേബർ ഫോഴ്സിലും അതുപോലെ തന്നെ അങ്ങനത്തെ വേരിയബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് സപ്ലൈ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇവിടെ സപ്ലൈ കർവ് കുറച്ചുകൂടി ഫ്ലാറ്റർ ആയിരിക്കും, എന്ന് വെച്ചാൽ സപ്ലൈ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. ഇവിടെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ ഡിമാൻഡിൻ്റെ കൂടെ തന്നെ സപ്ലൈയും ഒരു പരിധി വരെ സഹായിക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ സപ്ലൈയിൽ വരുത്താനായിട്ട് ആ ചുരുങ്ങിയ സമയം കൊണ്ട് സപ്ലയർക്ക് സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ വേരിയബിൾ ഫാക്ടേഴ്സിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ്. ഇവിടെ സപ്ലൈ കർവ് ലെഫ്റ്റ് കോർണറിൽ നിന്നും റൈറ്റിലേക്ക് അപ്വാർഡ് ഷിഫ്റ്റാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ലെഫ്റ്റ് കോർണറിൽ നിന്നും റൈറ്റിലേക്ക് മുകളിലേക്കാണ് ആ ഒരു സപ്ലൈ കർവിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഡിമാൻഡാണ്. അതോടൊപ്പം തന്നെ സപ്ലൈയും പ്രൈസ് ഫിക്സേഷന് സഹായിക്കുന്നുണ്ട് ഒരു ലിമിറ്റ് വരെ. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രൈസിനെ ഷോർട്ട് റൺ നോർമൽ പ്രൈസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ലോങ് പീരീഡ്. ലോങ് പീരീഡ് എന്ന് പറയുന്നത് കുറച്ച് ലെങ്ത് ഉള്ള പീരീഡാണ്. എന്ന് വെച്ചാൽ അവിടെ സപ്ലയർക്ക് ആവശ്യത്തിന് സമയം കിട്ടുന്നുണ്ട്. സപ്ലൈ ചേഞ്ച് ആക്കാൻ അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സമയം സപ്ലയർക്ക് കിട്ടുന്നുണ്ട്. ആ മാറ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സപ്ലയർക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ സപ്ലൈ ക്യാൻ ഈസിലി അഡ്ജസ്റ്റഡ് ടു ചേഞ്ചിങ് ഡിമാൻഡ്. ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ സപ്ലൈ വരുത്താൻ ഈ ഒരു ടൈം പീരീഡിൽ സാധിക്കുന്നുണ്ട്. സമയം ആവശ്യത്തിന് കിട്ടുന്നത് കൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്. ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഡിമാൻഡും അതുപോലെ തന്നെ സപ്ലൈയും ചേർന്നിട്ടാണ്. വേരിയബിളും ഫിക്സഡും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ഫാക്ടേഴ്സിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് സപ്ലയർക്ക് പ്രൊഡക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്ന് വെച്ചാൽ ആവശ്യത്തിന് ലേബർ ഫോഴ്സ് വേണമെങ്കിൽ അവർ ഉപയോഗിക്കാം, മെറ്റീരിയൽ കളക്ട് ചെയ്യണമെങ്കിൽ മെറ്റീരിയൽ കണ്ടുപിടിക്കാം, അതോടൊപ്പം തന്നെ ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ ഫണ്ട് കളക്ട് ചെയ്യാനുള്ള സമയമുണ്ട്. സോ ഈ ലോങ് പീരീഡിൽ ഇങ്ങനെ എല്ലാ ഫാക്ടേഴ്സിനെയും ഒന്നിച്ചു കൂട്ടാനുള്ള സമയം സപ്ലയർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്ഷനും പോസിബിൾ ആണ്. സോ ഈ ഒരു ലോങ്ങർ പീരീഡിൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രൈസിനെ നോർമൽ പ്രൈസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സപ്ലൈ കർവ് കുറച്ചുകൂടി ഫ്ലാറ്റർ ആയിരിക്കും. ഇനി വെരി ലോങ്ങർ പീരീഡാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം ലോങ്ങർ പീരീഡിനെ കാട്ടിയും കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡാണ് വെരി ലോങ് പീരീഡ്. ഇതിനെ സെക്യുലാർ പീരീഡ് എന്നും വിളിക്കാറുണ്ട്. ഇവിടെ എന്തൊക്കെ മാറ്റം വേണമെങ്കിലും നമുക്ക് വരുത്താൻ സാധിക്കും, കാരണം ആവശ്യത്തിലധികം സമയം നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡിമാൻഡും സപ്ലൈ ഒക്കെ ഒന്നിച്ച് ചേർന്നിട്ടാണ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പം സൈസ് ഓഫ് പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ റോ മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിലോ ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലോ ഒക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പ്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ ചേഞ്ചസ് വരുത്താനായിട്ട് സപ്ലയർക്ക് സാധിക്കും. ഓക്കെ, അപ്പം സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്താനായിട്ട് ഈ ഒരു ടൈം പീരീഡിൽ കഴിയും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡിമാൻഡിൻ്റെ ചേഞ്ച് എന്താണോ അതിനനുസരിച്ചിട്ട് ഏത് ഫാക്ടറിൽ വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്താനുള്ളൊരു സമയം വെരി ലോങ് പീരീഡിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 ടൈം പീരീഡാണ് മാർഷലിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ സപ്ലൈനെയും അതുപോലെ തന്നെ പ്രൈസിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രം ആലോചിച്ച് വെക്കുക. സപ്ലൈ ചെയ്യണമെങ്കിൽ പ്രൊഡ്യൂസർക്ക് സമയം ആവശ്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കമ്മോഡിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല, അതിന് കുറച്ച് സമയം ആവശ്യമാണ്. ഇപ്പം പച്ചക്കറികളുടെ കേസാണെങ്കിലോ അല്ലെങ്കിൽ അരീൻ്റെ കേസാണെങ്കിലോ അങ്ങനത്തെയൊക്കെ കമ്മോഡിറ്റീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഒരുപാട് ടൈം പീരീഡിലൂടെയാണ് ആ ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പം അങ്ങനെ പെട്ടെന്ന് ഡിമാൻഡ് കൂടി എന്നതുകൊണ്ട് തന്നെ സപ്ലയർക്ക് പെട്ടെന്ന് സപ്ലൈ കൂട്ടാൻ പറ്റൂലല്ലോ. അങ്ങനത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇപ്പോൾ ഇവിടെ 4 ടൈം പീരീഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. മാർക്കറ്റ് പീരീഡ്, ഷോർട്ട് പീരീഡ്, ലോങ് പീരീഡ് ആൻഡ് വെരി ലോങ് പീരീഡ്. മാർക്കറ്റ് പീരീഡിൽ വളരെയധികം ഷോർട്ടർ ആയിട്ടുള്ള വളരെ കുറഞ്ഞ ദിവസത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അവിടെ സപ്ലൈ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, സപ്ലൈ ഫിക്സഡ് ആയിരിക്കും. എന്നാൽ എന്ത് ചെയ്യും, കമ്മോഡിറ്റീൻ്റെ പ്രൈസ് കൂടുകയും ചെയ്യും. ഡിമാൻഡ് കൂടുമ്പം സപ്ലയർ പ്രൈസ് കൂട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഓക്കെ, ദെൻ ഷോർട്ട് പീരീഡ് എന്ന് പറയുന്നത് ഒരാഴ്ചയോളം ഒക്കെ കിട്ടുന്ന ടൈം പീരീഡാണ്. അതിൽ വേരിയബിൾ ഫാക്ടേഴ്സിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് സപ്ലയർ പ്രൊഡക്ഷൻ ഒന്നുകൂടി സ്പീഡാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഈ ഒരു ടൈം പീരീഡിൽ ഡിമാൻഡ് ആയിരിക്കും പ്രൈസിന് ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ലോങ് പീരീഡിൽ ആവശ്യത്തിലധികം സമയം സപ്ലയർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ സാധാ പോലെ തന്നെ ഫാക്ടേഴ്സിനെ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ഫാക്ടേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടോ ഒക്കെ ലോങ്ങർ ടൈം പീരീഡിൽ പ്രൊഡക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ ഒരു ടൈം പീരീഡിൽ പ്രൈസിനെ ഫിക്സ് ചെയ്യുന്നത് സപ്ലൈയും ഡിമാൻഡും കൂടി ചേർന്നിട്ടായിരിക്കും. ദെൻ വെരി ലോങ് പീരീഡ് വളരെയധികം സമയം സപ്ലയറുടെ കയ്യിലുണ്ട്. സപ്ലയർക്ക് എന്ത് ചേഞ്ചസ് വേണമെങ്കിലും വരുത്തിയിട്ട്
ഔട്ട്പുട്ടിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ 4 കേസുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് സപ്ലൈ കർവുകളാണ്. ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് സപ്ലൈ കർവ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. സപ്ലൈ കർവ് തന്നെ ലോങ് റണ്ണിലും ഷോർട്ട് റണ്ണിലും എങ്ങനെയാവുമെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേമാണ്. ഫേമിൻ്റെ സപ്ലൈ കർവ് നോക്കാനുണ്ട്, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയുടെ സപ്ലൈ കർവ് നോക്കാനുണ്ട്. നമുക്കറിയാം ഫേം എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബിസിനസ് യൂണിറ്റ് ആണല്ലേ. ഇങ്ങനെ ഒരുപാട് ബിസിനസ് യൂണിറ്റുകൾ കൂടി ചേരുന്നതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിനെ നമ്മൾ പറയുക ഫേം എന്നാണ്. അങ്ങനെ ഒരു 10 ടെക്സ്റ്റൈൽ ഷോപ്പ് കൂടി ചേരുന്നതിനെയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതുതന്നെയാണ് നമുക്ക് ഇവിടെയും പഠിക്കാനുള്ളത്, എങ്ങനെയാണ് അവരുടെ സപ്ലൈ കർവ് ഫോം ചെയ്യുന്നത് എന്ന്. ഓക്കെ, നോക്കാം. സപ്ലൈ കർവ് ഓഫ് എ ഫേം ഷോസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് ദ ഫേം വിൽ സപ്ലൈ അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ്. ഒരു ഫേം പല പ്രൈസിൽ അല്ലെങ്കിൽ പല വിലകളിൽ സപ്ലൈ ചെയ്യുന്ന കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റിയാണ് സപ്ലൈ കർവിലൂടെ നമുക്ക് മനസ്സിലാവുക. The supply curve of a firm can be derived from the principle of profit maximization, just as the demand curve of an individual can be derived from principle of utility maximization. പ്രിൻസിപ്പിൾ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്താ? സപ്ലയർ എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനല്ലേ ശ്രമിക്കുക അല്ലേ. അപ്പോൾ അവർ ഏത് പ്രൈസിൽ വിറ്റാലാണോ കൂടുതൽ പ്രോഫിറ്റ് അവർക്ക് നേടിയെടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി മാർക്കറ്റിൽ കൊണ്ടുവന്നാലാണോ അത് പ്രൈസിനെ ബാധിക്കുക, എങ്ങനെയാണ് അത് പ്രോഫിറ്റിനെ ഫോം ചെയ്യുക, ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ സപ്ലൈ നടത്തുന്നത് അല്ലേ. അപ്പം സപ്ലയർ എപ്പോഴും പ്രോഫിറ്റ് കോൺഷ്യസ് ആയിരിക്കും, പ്രോഫിറ്റ് നേടാൻ വേണ്ടിയിട്ടായിരിക്കും അവർ സപ്ലൈ നടത്തുന്നുണ്ടാവുക. ദിസ് മീൻസ് ദാറ്റ് ദ ഫേം വിൽ ഫിക്സ് ഓൺലി ദാറ്റ് ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ വിച്ച് ഗിവ്സ് ദി മാക്സിമം പ്രോഫിറ്റ്. അപ്പോൾ ഒരു ഫേം എപ്പോഴും ചിന്തിക്കുക അവർ എത്ര ക്വാണ്ടിറ്റി മാർക്കറ്റിൽ സപ്ലൈ ചെയ്താലാണ് അവർക്ക് അതിന് മാക്സിമം ലാഭം ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ ഗ്രാഫിലേക്ക് പോവാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 79 എടുക്കുക. അതിലാണ് ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സപ്ലൈ കർവ് കാണിക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനെയാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഒരു ഫേമിന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റീനെയാണ് സപ്ലൈ കർവ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഗ്രാഫ് നോക്കുക, പേജ് നമ്പർ 79 ഇവിടെ പല പ്രൈസിൽ പല ക്വാണ്ടിറ്റിയിൽ സപ്ലൈ ചെയ്യുമ്പോൾ ഏത് പോയിൻ്റാണ് സപ്ലയർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ ഗ്രാഫിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്, വൈ ആക്സിസിൽ പ്രൈസും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ പല ക്വാണ്ടിറ്റീസും പല പ്രൈസും നമുക്ക് കാണാം. ഫസ്റ്റ് വൺ പി നോക്കുക. പ്രൈസ് പി ആയിരുന്നപ്പം ക്വാണ്ടിറ്റി ക്യൂ ആയിരുന്നു. ഓക്കെ, ദെൻ പ്രൈസ് P1 എത്തിയപ്പം ക്വാണ്ടിറ്റി Q1 ആയിട്ടുണ്ട്. അതുപോലെ പ്രൈസ് P2 ആയപ്പോഴും P3 ആയപ്പോഴൊക്കെ ക്വാണ്ടിറ്റിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. ദെൻ അവിടെ പി എന്ന് പറയുന്ന ലൈന് ഈക്വൽ ടു ആവറേജ് റവന്യൂ ഈക്വൽ ടു മാർജിനൽ റവന്യൂ ആണ്. അതായത് P ഈക്വൽ ടു AR ഈക്വൽ ടു MR. അത് നിങ്ങൾ ടെക്സ്റ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയതാണ്, നിങ്ങളത് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. പി എന്ന് പറയുന്ന പ്രൈസ് ലൈനിൻ്റെ നേരെ P ഈക്വൽ ടു AR ഈക്വൽ ടു MR എന്ന് എഴുതി വെക്കുക. ഓക്കെ, ദെൻ അവിടെ MC കർവും കൊടുത്തിട്ടുണ്ട്, AVCയും കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇക്വിലിബ്രിയം പോയിന്റ് ഓഫ് ഫേം എന്ന് പറയുന്നത് 2 പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. വെൻ MC ഈക്വൽ ടു MR, അതുപോലെ തന്നെ വെൻ MC കട്ട് MR ഫ്രം ബിലോ. ഈ 2 കേസും സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ആ പോയിന്റ് ഫേമിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് മാറുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു P എന്ന ലൈന് ARനെയും അതുപോലെ തന്നെ MRനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു പോയിന്റിൽ E എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റിൽ MC ഈക്വൽ ടു MR ആണ്. അതുപോലെ തന്നെ MC എന്ത് ചെയ്യുന്നുണ്ട്, MRനെ താഴെ നിന്ന് കട്ട് ചെയ്തിട്ടാണ് മുകളിലേക്ക് റൈസ് ചെയ്ത് പോകുന്നത് അല്ലേ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ പോയിട്ടൊന്ന് കാണാം. ഇവിടെ ആ 2 കേസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. MC MRന് ഈക്വൽ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ MRനെ MC കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ബിലോ പോയിന്റ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് മുകളിലേക്കുള്ളത്. അപ്പോൾ ഈ എന്ന് പറയുന്ന പോയിന്റാണ് ഫേമിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ്, ഫസ്റ്റത്തെ ഇക്വിലിബ്രിയം പോയിന്റ് അല്ലേ. അത് തന്നെയാണ് ഫേമിൻ്റെ ഷട്ട് ഡൗൺ പോയിന്റ്. എന്ന് വെച്ചാൽ ഈ ഒരു ലെവലിൽ നിന്ന് ഫേമിന് താഴെയുള്ളൊരു പ്രൈസ് ഫിക്സ് ചെയ്യാനോ താഴെയുള്ളൊരു ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ Q എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിൽ P പ്രൈസ് ആണുള്ളത് അല്ലേ. അപ്പോൾ ഇതാണ് ഫേമിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ്, ഇതാണ് ഫേമിൻ്റെ ഷട്ട് ഡൗൺ പോയിന്റ്. അപ്പോൾ ഇതിന് താഴേക്കുള്ളൊരു പ്രൈസ് ഫേമിന് ഒരിക്കലും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫേമിന് അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഒന്നും കവർ ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ ഇതിൻ്റെ മുകളിലേക്കുള്ള പ്രൈസ് ഫിക്സ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ താഴെ ഒരു പ്രൈസിൽ ഫേമിന് സപ്ലൈ ചെയ്യേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിയിൽ സപ്ലൈ ചെയ്യേണ്ടി വന്നാൽ ഫേം പൂട്ടിപ്പോകുന്നതായിരിക്കും നന്നാവുക. എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റുകളെ പോലും കവർ ചെയ്യാനുള്ള ആ ഒരു പ്രൈസ് ആയിരിക്കില്ല ഫേമിന് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഞാൻ പോയിൻ്റായിട്ട് സമ്മപ്പ് ചെയ്തിട്ടുള്ളത്. At the equilibrium point of a perfectly competitive firm, price is equal to marginal revenue
ഹെൻസ് പ്രൈസ് ഈസ് ഓൾസോ ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ അണ്ടറിൽ നമുക്കറിയാം പ്രൈസ് എന്ന് പറയുന്നത് മാർജിനൽ റവന്യൂക്കും മാർജിനൽ കോസ്റ്റിനും തുല്യമായിരിക്കും അല്ലേ. അതായത് പ്രൈസ് ഈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ. അപ്പോൾ അതോടൊപ്പം തന്നെ എം സി എം ആറിന് തുല്യമാവുന്നുണ്ട് അല്ലേ. നമ്മൾ ആ ഗ്രാഫിൽ പറഞ്ഞില്ലായിരുന്നോ, എം സി എം ആറിന് കട്ട് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോകുന്നത്, പക്ഷേ ഒരു പോയിന്റിൽ വെച്ചിട്ട് എം സിയും എം ആറും തുല്യമാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. So in the graph we can see that at equilibrium point E, the marginal cost curve intersect the price curve or marginal revenue curve or average revenue curve. നമ്മൾ ഗ്രാഫിൽ കണ്ട കാര്യം തന്നെയാണ്. ഗ്രാഫിൽ ഇക്വിലിബ്രിയം പോയിന്റ് ഇ എന്ന് പറയുന്ന പോയിന്റിൽ മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂ ലൈനായിട്ട് അല്ലെങ്കിൽ പ്രൈസ് ലൈനായിട്ടോ ആവറേജ് റവന്യൂ ലൈനൊക്കെ ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഇവിടെ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് OQ ആണ്. Then we can also see that at point E, the average variable cost curve touches AR or MR curve and also cut the MC curve. ഇവിടെ AVC എന്ന് പറയുന്ന ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് തന്നിട്ടുണ്ട്. അത് പ്രൈസ് ലൈനിന് അല്ലെങ്കിൽ ARനെ അല്ലെങ്കിൽ MRനെ എന്ത് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ MC കർവിന് അത് കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ MC കർവ് കട്ട് ദി MR കർവ് ഫ്രം ബിലോ. അപ്പോൾ MC എന്ത് ചെയ്യുന്നുണ്ട്, MRനെ കട്ട് ചെയ്തിട്ടാണ് മുകളിലേക്ക് റൈസ് ചെയ്ത് പോകുന്നത് നമ്മൾ പറഞ്ഞു. ദിസ് മീൻസ് ദാറ്റ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ക്യാൻ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് ഇൻ ദ ഷോർട്ട് റൺ സോ ലോങ് ആസ് ഇറ്റ് ഈസ് ഏബിൾ ടു കവർ അറ്റ്ലീസ്റ്റ് ഇറ്റ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഫേമിന് ഷോർട്ട് റണ്ണിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ആവറേജ് വേരിയബിൾ കോസ്റ്റിനെ കവർ ചെയ്യാനായിട്ട് അതിന് സാധിക്കുന്നുണ്ട്. ഇപ്പം നിലവിലുള്ള പ്രൈസ് ഉപയോഗിച്ചിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റിനെ തന്നെ കവർ ചെയ്യാനായിട്ട് ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫേമിന് സാധിക്കുന്നുണ്ടെന്ന് പറയാം. ദെൻ ബൈ ഡൂയിങ് സോ ദ ഫേം ക്യാൻ മിനിമൈസ് ഇറ്റ്സ് ലോസസ് ഇൻ ദി ഷോർട്ട് റൺ. അപ്പോൾ ഷോർട്ട് റൺ പീരീഡിൽ ഫേമിന് മാക്സിമം കുറഞ്ഞ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത് P എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് പറഞ്ഞു. അതിന് താഴേക്കുള്ളൊരു പ്രൈസ് ഫിക്സ് ചെയ്താൽ നഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നല്ലത് ഫേം പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യാതെ അടച്ചിടുന്നതായിരിക്കും. ഓക്കെ, സോ the firm is not in a position to supply any quantity at a price below the minimum point of AVC. അതായത് AVCക്ക് താഴെയുള്ള ഒരു പോയിന്റിലും മിനിമം പോയിന്റിലും ഫേമിന് അതിൻ്റെ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇക്വിലിബ്രിയം പ്രൈസിലും താഴെയുള്ളൊരു പ്രൈസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഫേമിന് അതിൻ്റെ കോസ്റ്റ് പോലും കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. Then as the price increases, equilibrium level of quantity supplied increases from Q to Q1. നമുക്കറിയാം, ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് പ്രൈസ് മാറുന്നതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റിയിലും ചേഞ്ച് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ സപ്ലൈയുടെ പ്രൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഒരു പ്രൊപ്പോർഷണൽ ചേഞ്ച് അതിൻ്റെ സപ്ലൈൻ്റെ ക്വാണ്ടിറ്റിയിലും വരുത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്തെടുക്കുന്ന ഓരോ ഇക്വിലിബ്രിയം പോയിന്റിനെയും എന്ന് വെച്ചാൽ പ്രൈസും ക്വാണ്ടിറ്റിയും MC കർവിൽ ടച്ച് ചെയ്യുന്ന ആ ഓരോ പോയിന്റ്സിനെയും പ്ലോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കർവായിരിക്കും സപ്ലൈ കർവ്. നിങ്ങളപ്പം ഈ ഗ്രാഫ് നോട്ട്ബുക്കിലേക്ക് വരച്ചെടുക്കുക, ടൈറ്റിൽ കൊടുക്കുക, ഗ്രാഫ് വരച്ചെടുക്കുക, ദെൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ പോയിന്റ് ആക്കിയിട്ട് താഴെ എഴുതി വെക്കുക കേട്ടോ. നിങ്ങൾക്ക് എക്സാമിന് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും അങ്ങനെ ചെയ്താലേ. ദെൻ ഇൻ അതർ വേർഡ്സ് MC കർവ് ഈസ് ദ സപ്ലൈ കർവ് ഓഫ് ദ ഫേം. അല്ലെങ്കിൽ നമുക്ക് ഫേമിൻ്റെ സപ്ലൈ കർവ് MC കർവാണെന്ന് തന്നെ പറയാം അല്ലേ. എന്നുവെച്ചാൽ ഫേമിൻ്റെ ഏറ്റവും ലോവർ ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ ഷട്ട് ഡൗൺ പോയിന്റിൽ നിന്നുമുള്ള MCൻ്റെ പോർഷനെയാണ് നമ്മൾ സപ്ലൈ കർവായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കർവ് തന്നെയാണ് ഫേമിൻ്റെ സപ്ലൈ കർവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹവർ ദ ലോവസ്റ്റ് പോയിന്റ് ഓഫ് ദ ഷോർട്ട് റൺ സപ്ലൈ കർവ് ഈസ് ദി ഷട്ട് ഡൗൺ പോയിന്റ് ഓഫ് ദ ഫേം. ഇവിടെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം പോയിന്റിനെയാണ് നമ്മൾ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ദ മിനിമം പോയിന്റ് ഓഫ് ദി AVC കർവ് അറ്റ് വിച്ച് AVC കർവ് ഇൻ്റർസെക്റ്റ് ദി MC കർവ്. അപ്പോൾ MC കർവും AVC കർവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഏറ്റവും ലോവസ്റ്റ് പോയിന്റിനെയാണ് നമ്മൾ ഇവിടെ ഷട്ട് ഡൗൺ പോയിന്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ടു ദ ലെഫ്റ്റ് ഓഫ് ദ ഷട്ട് ഡൗൺ പോയിന്റ് ദ ഫേം കനോട്ട് പ്രൊഡ്യൂസ് എനിത്തിങ്. എന്നുവെച്ചാൽ നിലവിലുള്ള ഈ ഒരു E എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും താഴേക്കുള്ളൊരു പോയിന്റിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫേമിന് പ്രൊഡക്ഷൻ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഇക്വിലിബ്രിയം പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മുടെ സപ്ലൈ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. എന്ന് വെച്ചാൽ അതിൻ്റെ താഴേക്കുള്ളൊരു പ്രൈസിലും സപ്ലൈ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഷട്ട് ഡൗൺ പോയിന്റ് മുതൽ ഉള്ള ഒരു MCൻ്റെ പോർഷനെയാണ് നമ്മൾ സപ്ലൈ കർവായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ MC കർവ് തന്നെയാണ് ഫേമിൻ്റെ സപ്ലൈ കർവ്. പക്ഷേ P എന്ന പ്രൈസിൻ്റെ താഴേക്കുള്ളൊരു പ്രൈസിൽ ഒരിക്കലും ഈ ഒരു സപ്ലയർ ഷോർട്ട് റണ്ണിൽ സപ്ലൈ ചെയ്യാൻ റെഡി ആവില്ല. അതുകൊണ്ട് തന്നെ സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഒരു E എന്ന് പറയുന്ന ഷട്ട് ഡൗൺ പോയിന്റിൽ വെച്ചിട്ടാണെന്ന് പറയാം അല്ലേ. അപ്പോൾ ആ ഒരു P എന്ന് പറയുന്ന അല്ലെങ്കിൽ Q എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പ്ലേസിൽ നിന്നാണ് നമ്മുടെ സപ്ലൈ കർവ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു E എന്ന് പറയുന്ന പോയിന്റ് മുതലുള്ള MCൻ്റെ പോർഷനെയാണ് നമ്മൾ സപ്ലൈ കർവായിട്ട് കണക്കാക്കുന്നത്. സോ
ഷോർട്ട് റണ്ണിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സപ്ലൈ കർവിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം പോയിന്റിൽ വെച്ചിട്ടാണ്. അതായത് ഓരോ ഇക്വിലിബ്രിയം പോയിന്റിൽ വെച്ചിട്ടുമാണ്. അതായത് ഡിമാൻഡും പ്രൈസും ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും MCയും ഈക്വൽ ആവുന്ന ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. നമ്മളിപ്പം ഷോർട്ട് റണ്ണിൽ ഒരു ഫേമിൻ്റെ സപ്ലൈ കർവിനെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇൻഡസ്ട്രിയുടെ സപ്ലൈ കർവിനെയാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫേം എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബിസിനസ് യൂണിറ്റ് ആണ്. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസ് യൂണിറ്റിൻ്റെ അഗ്രിഗേഷൻ ആണല്ലേ, അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമ്മൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീൻ്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ടെക്സ്റ്റൈൽ ഫേംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സും കൂടി ചേർന്നിട്ടാണ് ഇൻഡസ്ട്രി ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ സപ്ലൈ കർവിനെ എങ്ങനെയാണ് നമുക്ക് ഷോർട്ട് റണ്ണിൽ മനസ്സിലാക്കാൻ പറ്റുക എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം പേജ് നമ്പർ 80 എടുക്കുക കേട്ടോ. 81 ഈ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നോക്കാം. ദ മാർക്കറ്റ് പ്രൈസ് ഈസ് നോട്ട് ഡിറ്റർമൈൻഡ് ബൈ എ ഫേം. ഒരു സിംഗിൾ ഫേം അല്ല മാർക്കറ്റ് പ്രൈസിനെ തീരുമാനിക്കുന്നത് അല്ലേ. റാദർ ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി അഗ്രിഗേറ്റ് സപ്ലൈ. ടോട്ടൽ സപ്ലൈ ആണ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് സപ്ലൈ ആണ് മാർക്കറ്റിൽ പ്രൈസിനെ ഫിക്സ് ചെയ്യുന്നത്. സോ ദ അഗ്രിഗേറ്റ് സപ്ലൈ ഈസ് ദ സപ്ലൈ ഓഫ് ഓൾ ദ ഫേംസ് വിതിൻ ദി ഇൻഡസ്ട്രി. അപ്പോൾ ഒരു ഇൻഡസ്ട്രീൻ്റെ ഉള്ളിലുള്ള വിവിധ ഫേംസ് അല്ലെങ്കിൽ വിവിധ യൂണിറ്റുകൾ സപ്ലൈ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ പ്രൈസിനെ തീരുമാനിക്കുന്നുണ്ടാവുക. Thus, the supply curve of an industry shows the various quantities of the goods offered for sale by the industry at various prices. ഇവിടെ ഒരു ഇൻഡസ്ട്രിയുടെ സപ്ലൈ കർവ് കാണിക്കുന്നത് ആ ഒരു ഇൻഡസ്ട്രിയിൽ പല യൂണിറ്റുകൾ അല്ലെങ്കിൽ പല ഫേമുകൾ സപ്ലൈ ചെയ്തിട്ടുള്ള ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. So, the short run supply curve of an industry under perfect competition is derived by the horizontal summation of all the supply curves of individual firms in the industry. ഒരു ഇൻഡസ്ട്രിയിലുള്ള ഇൻഡിവിജ്വൽ ഫോംസിൻ്റെ സപ്ലൈ കർവിൻ്റെ ഒരു സമ്മേഷനെയാണ് നമ്മൾ ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് ആൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഫേംസ് ഉണ്ടായിരിക്കും. ആ ഫേംസിൻ്റെയൊക്കെ സപ്ലൈ കർവിനെ ഒന്നിച്ച് കൂട്ടി നമ്മൾ ഒരു സിംഗിൾ ഗ്രാഫ് ആക്കുന്നതിനെയാണ് ഇൻഡസ്ട്രിയുടെ സപ്ലൈ കർവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ടേം ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ബൈ ദ ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ഓൾ ദി സപ്ലൈ കർവ് ഓഫ് ഇൻഡിവിജ്വൽ ഫേംസ്. ഓരോ ഇൻഡിവിജ്വൽ ഫേമിൻ്റെയും സപ്ലൈ കർവിൻ്റെ ഹൊറിസോണ്ടൽ സമ്മേഷനാണ് ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് ആൻ ഇൻഡസ്ട്രി. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ 81 3 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫിഗർ 7A, 7B ആൻഡ് 7C. 7A എന്ന് പറയുന്നത് ഫേം എയുടെ സപ്ലൈ കർവാണ്. ദെൻ ഫിഗർ 7B ഫേം ബിയുടെ സപ്ലൈ കർവാണ്. ദെൻ ഫിഗർ 7C എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയുടെ സപ്ലൈ കർവാണ്. നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. നോക്കുക. സപ്പോസ് ആൻ ഇൻഡസ്ട്രി കൺസിസ്റ്റ് ഓഫ് 2 ഫേംസ് വിത്ത് ഡിഫറൻറ്റ് സപ്ലൈ കർവ്. ദി സപ്ലൈ കർവ് ആർ ഡിനോട്ടഡ് ബൈ S1 ആൻഡ് S2 ഷോൺ ഇൻ ഫിഗർ 7A ആൻഡ് 7B. ഫിഗർ 7Aയിലും 7Bയിലും കാണിച്ചതുപോലെ രണ്ട് ഫേംസിൻ്റെ സപ്ലൈ കർവാണ് S1ഉം S2ഉം. ഓക്കെ, അപ്പോൾ ഫേം എയുടെ സപ്ലൈ കർവാണ് S1. അതിൽ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കുക. എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഉണ്ട്, Y ആക്സിസിൽ പ്രൈസും ഉണ്ട് അല്ലേ. അപ്പോൾ 2 രൂപ പ്രൈസ് ആവുമ്പം ഫേം എ സപ്ലൈ ചെയ്യുക 5 ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഫേമിൻ്റെ സപ്ലൈ കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആ ഒരു 2 എന്ന് പറയുന്ന പ്രൈസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ 4 എന്ന പ്രൈസിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഫേം എന്ത് ചെയ്യുന്നത്, ശരിക്കും സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2 രൂപയിൽ ഫേം എ എന്ത് ചെയ്യുന്നില്ല, സപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ 4 രൂപ ആയിരുന്നപ്പം ഫേം സപ്ലൈ ചെയ്യുക 5 ക്വാണ്ടിറ്റിയാണ്. ദെൻ 6 രൂപയാകുമ്പം ഫേം സപ്ലൈ ചെയ്യുക 8 ക്വാണ്ടിറ്റിയാണ്. ഇതാണ് ഫേം എയുടെ സപ്ലൈ കർവ്. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേമിൻ്റെ സപ്ലൈ കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4 എന്ന് പറയുന്ന പ്രൈസിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ടാണ് അല്ലേ. അതിന് താഴേക്കുള്ളത് ഫേമിൻ്റെ ഷട്ട് ഡൗൺ ഏരിയ ആണെന്ന് പറയാം. ഓക്കെ, ദെൻ ഫിഗർ 7B നോക്കാം. അവിടെ ഫേം ബിയുടെ സപ്ലൈ കർവ് S2 കൊടുത്തിട്ടുണ്ട്. 2 രൂപയിൽ ഫേം 7 ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യും. 4 രൂപയിൽ 15 ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യും. 6 രൂപയിൽ 20 ക്വാണ്ടിറ്റിയും സപ്ലൈ ചെയ്യും. ഇവിടെ ഫേം ബിയുടെ സപ്ലൈ കർവ് 2 എന്ന പ്രൈസിൻ്റെ താഴെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് ഇക്വിലിബ്രിയം പോയിൻ്റ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഷട്ട് ഡൗൺ പോയിൻ്റ് ആയിട്ട് വരുന്നത് 2 എന്ന് പറയുന്ന പ്രൈസിൻ്റെ തൊട്ട് താഴെ ഉള്ളൊരു ലെവലിൽ വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ അവർക്ക് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഒക്കെ കവർ ചെയ്തെടുക്കാൻ ആ ഒരു ലെവലിൽ നിന്ന് തന്നെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഫേം എയുടെയും ഫേം ബിയുടെയും സെപ്പറേറ്റ് സപ്ലൈ കർവാണ് നമ്മളിപ്പോൾ നോക്കിയത്. ദെൻ ഫിഗർ 7Cയിൽ കാണിക്കുന്നത് ഈ ഒരു ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ദി സപ്ലൈ കർവ് ഓഫ് ബോത്ത് ഫേം എ ആൻഡ് ഫേം ബി ആണല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെ S എന്ന് പറയുന്ന സപ്ലൈ കർവ് കാണിക്കുന്നത് ഫേം എയുടെയും ഫേം ബിയുടെയും അഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ള ഒരു സപ്ലൈ കർവിനെയാണ്, ഒന്നിച്ച് കൂട്ടിയിട്ടുള്ള ഒരു സപ്ലൈ കർവിനെയാണ്.
സോ ദ ഇൻഡസ്ട്രി സപ്ലൈ കർവ് ഈസ് പോസിറ്റീവ്ലി സ്ലോപ്ഡ്. ഇത് പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആയിരിക്കും എന്ന് വെച്ചാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അപ്വേർഡ് ഷിഫ്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഈച്ച് ഫേം സപ്ലൈസ് എ ലാർജർ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് അറ്റ് സക്സസീവ്ലി ഹയർ പ്രൈസസ്. അപ്പോൾ ഈ ഒരു കർവ് ഇങ്ങനെ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ ഫേമും സപ്ലൈ ചെയ്യുന്നത് അവരുടെ മാക്സിമം പോസിബിൾ പ്രൈസിലാണ്, അല്ലെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്ന ഒരു തരത്തിലാണ് അല്ലേ. അപ്പോൾ അവർ മാക്സിമം ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രൈസിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയുടെ സപ്ലൈ കർവ് പോസിറ്റീവ്ലി സ്ലോപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ in figure 7 it is clear that at a price of 2 firm produce nothing because the price is below the minimum point of its AVC. നമ്മൾ നേരത്തെ കണ്ട ഒരു ഗ്രാഫ് മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. അവിടെ എന്തായിരുന്നു, MC കർവ് എന്ന് പറയുന്നത് ആയിരുന്നു സപ്ലൈ കർവിലെ. പക്ഷേ AVCയുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ഷട്ട് ഡൗൺ പോയിന്റിൽ നിന്നായിരുന്നു സപ്ലൈ കർവ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ് ഫേമിൻ്റെ സപ്ലൈ കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു 2 എന്ന് പറയുന്ന പ്രൈസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന ഫേം, അല്ലെങ്കിൽ ഫേം എ 2 രൂപയ്ക്ക് ഇവിടെ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നില്ല. ബട്ട് ഫേം ബിയുടെ കേസ് നോക്കുകയാണെങ്കിൽ 2 രൂപയിൽ ഫേം ബി 7 ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് സപ്ലൈ ചെയ്യുന്നുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയുടെ ടോട്ടൽ സപ്ലൈ 7 ആയിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ 2 രൂപ നിരക്കിൽ ഫേം എ ഒന്നും സപ്ലൈ ചെയ്യുന്നില്ല, 0 ആണ്. ഫേം ബി 7 യൂണിറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ഫേമും കൂടി ചേർന്നിട്ട് ഇൻഡസ്ട്രി ആവുകയാണ്. ആ ഇൻഡസ്ട്രിയുടെ സപ്ലൈ 7 യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഇതിൽ ഡൗട്ടില്ലെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത കേസ് നോക്കുക. ദെൻ പ്രൈസ് 4 ആയപ്പം ഫേം ബി 5 യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേം ബീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 4 രൂപയിൽ 15 യൂണിറ്റും സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇൻഡസ്ട്രിയുടെ സപ്ലൈ വരിക അല്ലേ. അതായത് ഫേം ബിയുടെ 15 യൂണിറ്റും ഫേം എയുടെ 5 യൂണിറ്റും, അങ്ങനെ ടോട്ടൽ 20 യൂണിറ്റ്സ് ആയിരിക്കും ഇൻഡസ്ട്രിയുടെ സപ്ലൈ വരിക. ദെൻ 6 രൂപയാവുമ്പം ഫേം എ 8 യൂണിറ്റാണ് സപ്ലൈ ചെയ്യുന്നത്, ഫേം ബി സപ്ലൈ ചെയ്യുന്നത് 20 യൂണിറ്റാണ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇൻഡസ്ട്രിയുടെ സപ്ലൈ വരിക. സോ ഫേം എയുടെ 8 യൂണിറ്റും ഫേം ബിയുടെ 20 യൂണിറ്റും, അങ്ങനെ 28 യൂണിറ്റാണ് ടോട്ടൽ ഇൻഡസ്ട്രിയൽ സപ്ലൈ. ഓക്കെ, ഇത് തന്നെയാണ് ഇൻഡസ്ട്രിയുടെ സപ്ലൈ കർവ്. 2 ഫേമിൻ്റെ അല്ലെങ്കിൽ എത്ര ഫേംസ് ഉണ്ടോ ആ ഫേംസിൻ്റെ സപ്ലൈ കർവുകൾ കൂടി ചേർന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ടോട്ടൽ സപ്ലൈയും പ്രൈസും എന്തിനെ ബാധിക്കുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ സപ്ലൈ കർവിനെ ബാധിക്കുന്നുണ്ട്. ജസ്റ്റ് ഇത്ര മാത്രം ഇതൊന്ന് മനസ്സിലാക്കാനുള്ളൂ. 2, 3, 4 ഫേംസ് ഉണ്ടെങ്കിൽ ആ ഫേംസിൻ്റെ ഒക്കെ സപ്ലൈ കർവ് കൂടി ചേരുന്നതായിരിക്കും ഇൻഡസ്ട്രിയുടെ സപ്ലൈ കർവ്. അപ്പോൾ അതിൽ ഓരോ ഫേമും എത്ര ക്വാണ്ടിറ്റി ആണോ സപ്ലൈ ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ നമ്മൾ ഇൻഡസ്ട്രിയുടെ ക്വാണ്ടിറ്റിയും ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടാവുക. അതായത് അതൊക്കെ ടോട്ടൽ ചെയ്തിട്ടായിരിക്കും ഇൻഡസ്ട്രിയുടെ ക്വാണ്ടിറ്റി വരിക. ഫേം എ 2 രൂപയ്ക്ക് ഒന്നും തന്നെ സപ്ലൈ ചെയ്തിട്ടില്ല, പക്ഷേ ഫേം ബി 7 യൂണിറ്റ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയുടെ സപ്ലൈ 7 യൂണിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഫേം എ 4 രൂപയ്ക്ക് 5 യൂണിറ്റ് സപ്ലൈ ചെയ്തു, ഫേം ബി 4 രൂപയ്ക്ക് 15 യൂണിറ്റ് സപ്ലൈ ചെയ്തു. ഈ 15 + 5 ആണ് ഇൻഡസ്ട്രിയുടെ സപ്ലൈ വരിക, അതായത് 20 യൂണിറ്റ്സ്. ദെൻ 6 രൂപ ആയപ്പം ഫേം എ 8 യൂണിറ്റ് സപ്ലൈ ചെയ്തു, ഫേം ബി 20 യൂണിറ്റും സപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്തിട്ട് ഇൻഡസ്ട്രിയുടെ സപ്ലൈ വന്നു 28. അപ്പോൾ ഇതിൽ ഡൗട്ടില്ലെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. ഇനി ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫിന് താഴെ കൊടുത്തിട്ടുള്ള ആ നോട്ട്സൊക്കെ ഒന്നിങ്ങനെ വായിച്ച് നോക്കിയിട്ട് നോട്ട് ചെയ്തു പോവാം. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടൈറ്റിൽ കൊടുക്കുക, ഗ്രാഫ് വരയ്ക്കുക, അതിന് എക്സ്പ്ലനേഷൻ എന്ന പോലെ പോയിന്റ് ആക്കിയിട്ട് ഓരോ ഇക്വിലിബ്രിയം പോയിന്റിനെയും എക്സ്പ്ലെയിൻ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളിന്ന് ടൈം എങ്ങനെയാണ് സപ്ലൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് 4 ടൈം പീരീഡ് വെച്ചിട്ട് പറഞ്ഞു അല്ലേ. മാർക്കറ്റ് പീരീഡ്, ഷോർട്ട് പീരീഡ്, ലോങ് പീരീഡ് ആൻഡ് വെരി ലോങ് പീരീഡ്. ദെൻ നമ്മൾ ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് ഫേമും പറഞ്ഞു, ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് ഇൻഡസ്ട്രിയും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള നോട്ട്സ് ഒന്ന് വായിച്ച് നോക്കുക, അത് ആദ്യം ഒന്ന് നോട്ടിലേക്ക് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്